നമ്മളിനി കോട്ടയത്തേക്ക് പോകുമ്പോൾ പാല ഉൾപ്പെടെ പലയിടത്തും CPM കേരള കോൺഗ്രസ് എം തമ്മിലടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെന്ന് മോൻസ് ജോസഫ് പ്രതികരിച്ചു. തനിക്കെതിരായ വ്യക്തിപരമായ ആക്രമണത്തിന് പിന്നിൽ ജോസ് കെ മാണി വിഭാഗമാണ്. പാല വിട്ട് ജോസ് കെ മാണി മത്സരിക്കാൻ പോയാൽ നാണക്കേടാണ്. പാർട്ടി പിളർന്നപ്പോഴാണ് താൻ ജോസ് വിഭാഗത്തിന് മോശക്കാരനായതെന്നും മോൻസ് ജോസഫ് ന്യൂസ് 18നോട്. കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 1.5 മാസത്തിലധികമായി കനത്ത പോരാട്ടമായിരുന്നു. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന നിലയിലായിരുന്നു ശ്രദ്ധേയമായിരുന്നത്. എന്നോടൊപ്പം ഉള്ളത് ജോസഫ് വിഭാഗത്തിലെ ഏറ്റവും മുതിർന്ന നേതാവായ മോൻസ് ജോസഫാണ്. സ്വാഭാവികമായും കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിൽ ഒന്ന് പാലയും കടുത്തുരുത്തി എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ഈ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിനിടയിലും ഈ കടുത്തുരുത്തിയിൽ കുറച്ച് ഏറ്റവും പിന്നിലേക്ക് എന്താണ് പോളിംഗ് പോയത്? കടുത്തുരുത്തിയിൽ പോളിംഗ് പിന്നിലേക്ക് പോയെന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ പോളിംഗ് ഉണ്ടായ സ്ഥലം കടുത്തുരുത്തിയാണ്. അപ്പോൾ അന്നും ഈ പ്രശ്നം ഒന്ന് ഞങ്ങളിത് പരിശോധിച്ചു. അതിൽ മുഖ്യമായ വിഷയം പ്രവാസികളായ വളരെ വലിയ ഒരു ശതമാനം ആളുകളുള്ള മണ്ഡലമാണ് കടുത്തുരുത്തി. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും പ്രവാസികളായ ആളുകൾ അവർ വിവിധ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വോട്ടർ പട്ടികയിൽ അവരുടെ എല്ലാം പേരുണ്ട്. അവരിവിടെ പ്രസൻ്റ് അല്ല, അവരാരും വോട്ട് ചെയ്യാൻ ഇവിടെ പ്രസൻ്റ് അല്ല. 2, വിവിധ രാജ്യങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉപരിപഠനത്തിന് വേണ്ടി വിവിധ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ള യുവാക്കളിൽ വലിയൊരു പങ്ക് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ വരുന്നവരാണ്. അത് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൻ്റെ 11 പഞ്ചായത്തുകളിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നല്ല നമ്പറുണ്ട്. അപ്പം അവർക്കൊന്ന് സ്ലിപ്പ് കൊടുക്കാൻ പറ്റി, സ്ലിപ്പ് നമ്മൾ കൊടുത്താൽ ഏറ്റുവാങ്ങാൻ അവരില്ല, അവരുടെ വീടുകളിൽ നമ്മൾ കൊടുത്തിട്ട് പോരുക. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ശതമാനം ആളുകൾ വോട്ട് ചെയ്യാൻ ഇവിടെ സ്ഥലത്തില്ല എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിച്ചൊരു കാര്യമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ കടുത്തുരുത്തി ആണെങ്കിലും വിജയസാധ്യതയിലേക്ക് ജയിക്കുന്നു വന്നപ്പോൾ UDF കടുത്തുരുത്തി ജയിച്ചു. അത് തന്നെ ഇപ്രാവശ്യം ഉണ്ടാവും. കടുത്തുരുത്തിയിൽ വന്നിരിക്കുന്ന ഇപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ കുറവെന്ന് പറയാൻ പറ്റില്ല. സ്റ്റേറ്റ് ആവറേജ് 65%. കടുത്തുരുത്തി 62.5 ഉണ്ട്. തൊട്ടടുത്തിരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ 1% വ്യത്യാസമുള്ളൂ. അതിനകത്ത് വലിയ കാര്യമില്ല. ടോട്ടൽ ഭൂരിപക്ഷം വരുന്നതിലേക്ക് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വ്യക്തമായ മുൻതൂക്കത്തോടെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ജയിക്കുമെന്നുള്ളത് ഒരു കാര്യം. 2, കടുത്തുരുത്തിയും പാലായും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം UDFന് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുകയും ചെയ്യും. ഈ പാലയാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം. കാരണം ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഒരു കണക്ക് വേണമല്ലോ, അവർ ജയിക്കുമെന്ന് പറയുമ്പോൾ അതിൽ വൈക്കമൊക്കെ സ്വാഭാവികമായിട്ട് ഏറ്റുമാനൂരൊക്കെ പറയും. അത് കൂടാതെ പറയുന്ന ഒരു സ്ഥലമാണ് ഈ പാലയെക്കുറിച്ച് എന്താണ്? പാലായെക്കുറിച്ച് അവർ പറയുന്നത് ജൂൺ 4 റിസൾട്ട് വന്നു കഴിയുമ്പം തീരും. പാലായെക്കുറിച്ച് എന്താ പ്രത്യേകിച്ച്? പാലായിൽ LDFന് എന്താ പ്രത്യേകിച്ച് നേട്ടമുള്ളൂ? ഒന്ന് രാഷ്ട്രീയമായിട്ട് വിലയിരുത്തിയാൽ പോലും പാല LDF ലീഡ് ചെയ്യില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കാണ്. CPM ജോസ് കെ മാണിയുടെ പാർട്ടിയും തമ്മിൽ എല്ലാ ദിവസവും അടിച്ചുകൊണ്ടിരിക്കുന്ന പാലായിൽ എങ്ങനെ ഇടതുപക്ഷ പ്രവർത്തകർ എന്നെ അവർ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂട്ടിയോ? ഞങ്ങൾ കരുതുന്നില്ല. അവിടെ നല്ല ചോർച്ച LDF തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അത് തന്നെയുമല്ല, അവിടെ ഭൂരിപക്ഷം കിട്ടും എന്ന രീതിയിലേക്ക് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് രാഷ്ട്രീയമായ തികഞ്ഞ ഒരു അബദ്ധമായിരിക്കും എന്നുള്ളത് സംശയമില്ല. കാരണം വ്യക്തമായ മുൻതൂക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തനിയാവർത്തനം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പാലായിലുണ്ടാവും. ഒരു സംശയവും. നല്ല ഭൂരിപക്ഷം പാലായിൽ UDF കിട്ടും. ഈ നിങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള പ്രചരണമായിരുന്നു. ചിഹ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള പ്രചരണമായിരുന്നു തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതോടുകൂടി അത് പരിഹരിക്കപ്പെടുമോ? ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ട കളിയായിരുന്നല്ലോ. കാരണം അസ്തിത്വം പോയിട്ട് ഞങ്ങൾ പാർട്ടി അടിച്ചുകൊണ്ട് പോകുന്നു, ചിഹ്നം അടിച്ചുകൊണ്ട് പോകുന്നു. കേരളത്തിലെ കോടതികളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായ വിധി പറയുന്നു. അവസാനം സുപ്രീം കോടതി പോയപ്പം കേസ് ഞങ്ങൾക്കെതിരായി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒന്നൊന്നും തുടങ്ങുമല്ലായിരുന്നു. പക്ഷേ പാർട്ടി ശക്തമായ ബലിഷ്ഠമായ ഒരു നേതൃത്വത്തിൻ്റെ പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിൻ്റെയും പാർട്ടിയുടെ അന്ന് ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന സീനിയർ നേതാവ് CF തോമസ് MLAയും ആ 2 നേതാക്കൾ ചേർന്നുകൊണ്ട് ആ പ്രതിസന്ധിയിൽ പാർട്ടിയെ നയിച്ചു. ഞങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് അതിനകത്ത് നിന്ന് കഠിനാധ്വാനത്തിൽ പ്രയത്നിച്ചു. അങ്ങനെ വന്നപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. പാർട്ടി പിടിച്ചു നിന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അടിവെച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ സീറ്റിൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ്സിന് ഒരു വിജയം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പ്രയത്നിച്ചത്. അതിൽ ഐക്യ ജനാധിപത്യ മുന്നണി, കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും അടക്കം UDF നേതൃത്വം ഞങ്ങളുടെ പൂർണ്ണമായും ഞങ്ങളുടെ സ്നേഹപൂർവ്വമായ പരിഗണനയും സംരക്ഷണവും എല്ലാം നൽകിയിട്ടുണ്ട്. അവരുടെ വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും പ്രതിഫലിച്ചിട്ടുണ്ട്. UDF ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്തത്, കോൺഗ്രസ് പാർട്ടിയാണ് ലീഡ് ചെയ്തത്. ഞങ്ങൾ അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. UDF ഒരേ പാർട്ടി പോലെ UDFന് കോട്ടയത്ത് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അതിലൂടെ
ഐക്യജനാധിപത്യ മുന്നണിയിലെ യഥാർത്ഥ കേരള കോൺഗ്രസ്സായി പാർട്ടി തിരിച്ചു വരികയാണ്. കേരളത്തിലെ യഥാർത്ഥ കേരള കോൺഗ്രസ്സായും അത് നാളുകളിൽ മാറും. കേരള കോൺഗ്രസിൻ്റെ ഇന്ന് ഉള്ള നമ്മുടെ നേതാക്കളിൽ ഏറ്റവും സീനിയറായ നേതാവ് ശ്രീ പി ജോസഫ് സാറാണ്. പക്വമതിയായ ദീർഘവീക്ഷണമുള്ള ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിലെ യഥാർത്ഥ കേരള കോൺഗ്രസ് ശക്തി തെളിയിച്ചുകൊണ്ട് നാളുകളിൽ വളർച്ചയുടെ പാതയിലേക്ക് വരാൻ പോകുന്നതാണ് കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് ഞങ്ങൾ കൂടെ വയ്ക്കും, പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മോൻ ജോസഫ് ആയിരുന്നു വില്ലൻ കഥാപാത്രമായി പലരുടെയും, അത് ഒരാളുടെ അല്ല പലരുടെയുമായിരുന്നു. എന്തുകൊണ്ട് എന്ന് മോൻ ജോസഫ് ചിന്തിച്ചിട്ടുണ്ട്? എന്താണ് സംഭവിക്കുന്നത്? കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ UDF പ്രവർത്തകരുടെയും ജനാധിപത്യ വിശ്വാസങ്ങളുടെയും കണ്ണിലൂണിയായിട്ടാണ് മോൻ ജോസഫിനെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾ സഹായിച്ചത്. ചുമ്മാ ഒറ്റപ്പെട്ട ഇവിടെ പിന്നെ കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ ഒരു വ്യക്തിയുടെ ഒരു പരാമർശം ഇവിടെ ഉണ്ടായി. ചാണ്ടി മാഷ് ഇവിടുന്ന് വന്നെന്ന് കോട്ടയക്കാർ ചോദിക്കുകയുള്ളൂ. ഇവർ എവിടുന്നാണ് ഇവരൊക്കെ വന്നെന്നുള്ളതിനെ കുറിച്ചാണ് ഇതുവരെ കോട്ടയത്താരും കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി വന്ന് മോൻ ജോസഫിനെ കുറ്റം പറഞ്ഞിട്ട് പോയാൽ ഞങ്ങൾ അതിലൊന്നും കയറി പിടിക്കുന്ന ആളുകളല്ല. അതൊന്നും ഇവിടെ വിലപ്പോയില്ലല്ലോ. രാത്രി കൊണ്ട് തന്നെ അതൊക്കെ ചില വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഞാനൊരു പത്രസമ്മേളനത്തിൽ കോട്ടയത്ത് പറഞ്ഞു, ഇവർ ഈ വന്നവരൊക്കെ നിരപരാധികളും പാവങ്ങളുമാണ്. ഈ വന്നവരുടെ പിന്നിലുള്ളതാരാ? യഥാർത്ഥത്തിൽ പറഞ്ഞു വിട്ടിരിക്കുന്നത് കടുത്തുരുത്തിയുടെ തട്ടകത്തിലും കോട്ടയം ജില്ലയിലും പി ജെ ജോസഫിന് വേണ്ടി ശക്തമായി പട നയിക്കുന്നത് ഞാൻ തന്നെയാണ്, അല്ലേ? പാർട്ടി ചെയർമാന് വേണ്ടി ഈ ജില്ലയിൽ ആ ഒരു പട നയിക്കുന്നതിൽ അസ്വസ്ഥതയുള്ള അസഹിഷ്ണുതയുള്ള ആരാ? എതിർചേരിയിൽ നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗമാണ്. ജോസ് കെ മാണി വിഭാഗത്തിൽ ആകെ ആസൂത്രണമാണോ ചില വ്യക്തികളാണോ? താങ്കൾ അതിനെക്കുറിച്ച് അവരുടെ പാർട്ടിക്ക് അതിനകത്ത് ഒരു പങ്കുണ്ടെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. കാരണം ഒരു പാർട്ടിയെ ആരെങ്കിലും എതിർത്താൽ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു പാർട്ടിയല്ലല്ലോ എതിർക്കുന്നത്, ഒരു വ്യക്തിയെ എതിർക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി എന്താണ് അതിന് കാരണം? ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു, അവരുടെ പ്രസക്തി കുറയുന്നു. ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ പ്രസക്തി കുറയുമ്പോൾ പി ജെ ജോസഫ് വിഭാഗത്തിന് പ്രസക്തി ഉണ്ടായാൽ ഞങ്ങൾക്ക് ഈ ലോക്സഭാ സീറ്റ് കിട്ടിയല്ലെന്ന് ഇവർ പ്രതീക്ഷിച്ചത്. ഈ ലോക്സഭാ സീറ്റ് മാത്രമാണോ അതോ കടുത്തുരുത്തിയിൽ ഭാവിയിൽ ഒരു ഫൈറ്റിന് സാധ്യതയുണ്ടോ? കടുത്തുരുത്തിയിൽ മോൻ ജോസഫിനെ നമുക്ക് രാഷ്ട്രീയമല്ലേ. ഇപ്പം ഞാൻ പണ്ട് കാലത്ത് കെ എം മാണി സാർ കടുത്തുരുത്തി മത്സരിക്കാൻ വരുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒന്നും അതിനെ നമ്മൾ സ്വാഗതം ചെയ്യും. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ മത്സരങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മത്സരങ്ങളാണ്. ഏത് മത്സരമായാലും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ഥാനാർത്ഥി വന്നാലും ആ മണ്ഡലത്തിൽ ജോസ് കെ മാണി വന്നാലും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അദ്ദേഹം പാലാ വിട്ട് പോരാൻ അദ്ദേഹത്തിന് പറ്റുമോ? പാലായിൽ നിന്ന് പോകുന്നത് എന്തൊരു നടക്കടാ. പാലായിൽ മാണി സാർ 55 വർഷം MLA ആയിരുന്ന പാലാ എന്ന തട്ടകത്തിൽ അദ്ദേഹം പാലാ ഉപേക്ഷിക്കുന്നു ഒന്നത്തിന് തീർന്നില്ലേ? അതിൽപ്പോ നാണക്കേടുണ്ടോ? സ്വന്തം തട്ടകം ഉപേക്ഷിച്ച് പേടിച്ചോടി എന്ന് പറഞ്ഞാൽ പോയില്ലേ? പിന്നെ കടുത്തുരുത്തിക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോളും. ഞാനിപ്പോൾ അതിൽ ഇടപെടുന്നില്ല. പാലയിലെ ഇത് കഴിഞ്ഞ സമയത്ത് കേട്ടിരുന്നത് കടുത്തുരുത്തിയാണ് മാണി ഗ്രൂപ്പിന് ഏറ്റവും ശക്തിയുള്ള സ്ഥലം എന്നാണ്. അപ്പൊ അല്ലെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ അല്ലെന്ന് മനസ്സിലായി. ബാക്കി കുറെ കഴിയുമ്പോൾ ബാക്കിയോടെ മനസ്സിലാവും. ഇതൊക്കെ ജനങ്ങളാണ് വലുത്. ഞങ്ങളൊക്കെ അവർക്ക് വിധേയപ്പെട്ടും വിനീതത വളരെ വിശ്വസ്തയോടെയും പാവങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ പണിയെടുക്കുന്നവരാണ്. അത് നമ്മളൊക്കെ തുടരും. ഇതൊക്കെ ഈ ചില്ലു കൊട്ടാരത്തിനകത്തിരുന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ഈ കഠിനാധ്വാനത്തിൻ്റെ വേദന മനസ്സിലായില്ല. ഇവിടെ ഞങ്ങളൊക്കെ ചേർന്ന് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, അത് കെ എം മാണി സാറിൻ്റെയും പി ജോസഫ് സാറിൻ്റെയും നേതൃത്വത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോയപ്പം ഈ പറഞ്ഞ ആളുകളൊക്കെ കടുത്തുരുത്തി MLA പോലെ ഇതുപോലെ നല്ലവനായൊരു MLA ഇല്ലെന്നും ഇതുപോലെ മണ്ഡലത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളില്ലെന്നും ഈ MLA കണ്ടുപിടിക്കണമെന്നും മാണി സാർ ഉൾപ്പെടെ പ്രസംഗിച്ചു. ഞങ്ങളുടെ സംയുക്ത യോഗങ്ങളിലും പൊതുയോഗങ്ങളിലും. പാർട്ടി പിളർന്നപ്പോഴല്ലേ ഈ കുശുമ്പെല്ലാം വന്നങ്ങനെ? പാർട്ടി പിളർന്നപ്പോഴല്ലേ ഈ നല്ലവനായ മോൻസ് മോശക്കാരനായ കാണുന്നുണ്ടല്ലോ. കുശുമ്പ് മാത്രമാണല്ലേ? കുശുമ്പ് മാത്രമാണ് നിങ്ങൾ പരിശോധിച്ചാൽ. ഞാൻ ചെയ്യണം. മാണി സാറും ജോസഫ് സാറും ഒന്നിച്ച് പാർട്ടി നയിക്കുന്നു. ഞങ്ങളുടെ യോഗങ്ങളിൽ ഒന്ന് ജോസ് കെ മാണി ഉൾപ്പെടെ പ്രസംഗിക്കുന്നു. MLA എന്നതിൽ നല്ല പ്രവർത്തനം കഴിച്ചുവെച്ചുകൊണ്ടിരിക്കുന്നു. മണ്ഡലത്തെ കണ്ടുപിടിക്കുക, ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ 8 വർഷമായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. എങ്കിലും മണ്ഡലത്തെ പൊന്നുപോലെ നോക്കിയോണ്ട് കൊണ്ടുപോവാണ്. സർക്കാരിൻ്റെ സഹായം കിട്ടാത്തതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ നോക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നത് ഇപ്പോഴും നമ്മൾ തുടരുകയാണ്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് എന്താണ്? ഇവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇപ്പോൾ പറയുന്നത് എന്താണ്? അവർ വളരെ വ്യക്തമായി എല്ലാ യോഗങ്ങളിലും വന്ന് ഭയങ്കരമായി പ്രശംസിക്കുകയും നല്ല MLA ആണെന്നും നല്ല മനുഷ്യനാണെന്നും നല്ല വ്യക്തിത്വമാണെന്നും ഒക്കെ പറഞ്ഞ് ഇവരാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഈ പാർട്ടിയുടെ പിളർപ്പം കഴിഞ്ഞപ്പോൾ ഇതുപോലെ മോശക്കാരനില്ല. പിന്നെ ആരെങ്കിലും എടുത്ത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടിപ്പോരുത്. ഇനി മിണ്ടിപ്പോരുത്. മോൻസിനെ നല്ലത് പറയരുത്. അത് ചവിട്ടി കൂട്ടിക്കണം. ഇതാണ് ഡയറക്ഷൻ. ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയല്ലാതെ ഇതൊന്നും ജനങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നിയമസഭാ ഇലക്ഷനിൽ ഇവർ എന്തുമാത്രം എന്നെ കൊല്ലാൻ ശ്രമിച്ചു, എന്നിട്ടും അവിടെ ജനങ്ങൾ സംരക്ഷിച്ചു. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഇനിയും ഞങ്ങൾ പറയുന്നു,
വളരെ വളരെ എളിമയോടെ പ്രവർത്തന രംഗത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഇവരൊന്നും വ്യക്തിപരമായിട്ട് ആക്രമിക്കാനോ വ്യക്തിപരമായി മോശക്കാരാക്കാനോ ഒന്നും ഞങ്ങൾ എന്തുമാത്രം മഹാപരാധം ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പം നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ ഇവിടെ പറയുന്നത്. വല്ല വസ്തുതയുള്ളൂ? 1% പോലും സത്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്രയും നാളും പിന്നെ വളരെ സൗഹൃദപരമായി സ്നേഹപൂർവ്വം നിന്നിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു രാത്രിയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ അട്ടിമറിയിലൂടെ പറയുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഏതാനും ദിവസം കൊണ്ട് തീർന്നുപോയി. അപ്പോൾ ഇതൊക്കെ ക്ഷണികമാണ്, നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. സ്ഥായിയായി നിലനിൽക്കുന്നത് ജനപക്ഷത്തു നിന്നുള്ള പ്രവർത്തനമാണ്. അത് ഞങ്ങൾ വിശ്വസ്തയോടെ നാളുകളിൽ മുന്നോട്ടുണ്ട്. ഒറ്റ വാക്കുകൂടി, ഫ്രാൻസിസ് ജോർജിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ടോ? അല്ല, ഭൂരിപക്ഷം ഞങ്ങളിപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറഞ്ഞല്ലോ, കംഫർട്ടബിൾ മാർജിൻ, വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകും, മാന്യമായ ഭൂരിപക്ഷം ഉണ്ടാകും. ഞങ്ങളിപ്പോൾ അതിനകത്ത് ഒരു എണ്ണം പറഞ്ഞ് ആ എണ്ണത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറയുന്ന രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒരു കാലത്തും ചെയ്യാറില്ല. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. കോട്ടയം പാർലമെൻറ്റിൽ UDF വിജയിക്കും. ഫ്രാൻസിസ് ജോർജിന് ഏറ്റവും മെച്ചപ്പെട്ട മാന്യമായ ഭൂരിപക്ഷം ഉണ്ടാകും. ഏതായാലും തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിച്ച മോൻസ് ജോസഫും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.